ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാൾ, ആഗോള വ്യവസായ പ്രമുഖൻ, റോഡ് മുതൽ ആകാശം വരെയുള്ള ഗതാഗത നിയന്ത്രണം, പോരാത്തതിന് മാധ്യമ സ്ഥാപനങ്ങൾ. അദാനി ഗ്രൂപ്പ് തലവൻ ഗൗതം അദാനിയുടെ വിശേഷണങ്ങൾ ഇങ്ങനെ നീളുന്നു. ബ്ലൂംബെർഗിന്റെ റിയൽ ടൈം ശതകോടീശ്വര പട്ടികയിൽ പ്രകാരം 11,000 കോടി ഡോളർ, അതായത് 9.21 ലക്ഷം കോടിയുടെ ആസ്തിയുമായി ലോകത്ത് 12ാം സ്ഥാനത്താണ് ഗൗതം അദാനി. 11,300 കോടി ഡോളർ, അതായത് 9.46 ലക്ഷം കോടി ആസ്തിയുമായി മുകേഷ് അംബാനിയാണ് തൊട്ടു മുന്നിൽ, അതായത് 11ാം സ്ഥാനത്ത് നിലനിൽക്കുന്നത്. 62 വയസ്സുള്ള ഗൗതം അദാനി ഗ്രൂപ്പ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നു. 2030 അദ്ദേഹം എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒഴിയുക. അതോടെ എല്ലാ ബിസിനസ്സുകളുടെയും തലപ്പത്തേക്ക് മക്കളും അനന്തരവന്മാരും എത്തും. ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിൽ ഗൗതം അദാനി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സോപ്പും എണ്ണയും ഹാൻഡ് വാഷും അരിയും കൽക്കരിയും വൈദ്യുതിയും വിൽക്കുന്നത് മുതൽ റോഡ് നിർമ്മാണം, വിമാനത്താവളങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം, തുറമുഖ നിർമ്മാണവും നിയന്ത്രണവും വരെ നിർവഹിക്കുന്ന ബിസിനസ് സാമ്രാജ്യമായ അദാനി ഗ്രൂപ്പിന്റെ അടുത്ത ചെയർമാനാകാൻ കൂടുതൽ സാധ്യതയുള്ളത് ഗൗതം അദാനിയുടെ മൂത്ത മകനും നിലവിൽ അദാനി പോർട്സ് മാനേജിംഗ് ഡയറക്ടറുമായ കരൺ അദാനിക്കാണ്. ഇളയ മകൻ ജീത് അദാനി, അനന്തരവന്മാരായ പ്രണവ് അദാനി, സാഗർ അദാനി എന്നിവരും താക്കോൽ സ്ഥാനത്തേക്ക് എത്തിയേക്കും. അനന്തരാവകാശം തുല്യമായി ഇവരിലേക്ക് കൈമാറുന്നതിന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും. അതേസമയം ഇക്കാര്യങ്ങളെക്കുറിച്ച് അദാനി ഗ്രൂപ്പ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ജീത് അദാനി നിലവിൽ അദാനി എയർപോർട്സ് ഡയറക്ടറാണ്. പ്രണവ് അദാനി ഗ്രൂപ്പിലെ മുഖ്യ കമ്പനിയായ അദാനി എന്റർപ്രൈസസിന്റെ ഡയറക്ടർ. അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് സാഗർ അദാനി. ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് പ്രണവിനെയും പരിഗണിച്ചേക്കുമെന്ന് സൂചനകളുണ്ട്. ഗൗതം അദാനി തലപ്പത്ത് നിന്ന് ഇറങ്ങിയാലും നിർണായക തീരുമാനങ്ങൾ ഗ്രൂപ്പിലെ കൂടിയാലോചനകളിലൂടെ കൈക്കൊള്ളുന്ന നിലവിലെ രീതിക്ക് മാറ്റമുണ്ടാകില്ലെന്ന് മക്കൾ നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. പ്രതിസന്ധികൾ ഉണ്ടായാൽ പരിഹരിക്കാനും പുതിയ പദ്ധതികളും നിക്ഷേപങ്ങളും ആസൂത്രണം ചെയ്യാനും ഇതേ രീതി തന്നെ തുടരും. ബിസിനസ് രംഗത്ത് വളർച്ചാ സ്ഥിരത ഉറപ്പാക്കാൻ തലമുറ മാറ്റം ഏറെ അനിവാര്യമാണെന്ന് ബ്ലൂംബെർഗുമായുള്ള അഭിമുഖത്തിൽ ഗൗതം അദാനി വ്യക്തമാക്കിയിരുന്നു. ഗ്രൂപ്പിലെ പ്രധാന കമ്പനിയായ അദാനി എന്റർപ്രൈസസ് ഇക്കഴിഞ്ഞ ജൂൺ പാദത്തിൽ 116% കുതിപ്പോടെ 1,455 കോടി രൂപയുടെ ലാഭം നേടിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് ഗൗതം അദാനി തലമുറ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചതെന്നതും ശ്രദ്ധേയം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 1962 ജൂൺ 24 ജനിച്ച ഗൗതം അദാനി ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് കൊമേഴ്സ് ബിരുദം നേടിയിട്ടുണ്ട്. 1988 അദാനി ഗ്രൂപ്പിന് തുടക്കമിടുന്നത്. കമ്മോഡിറ്റി വ്യാപാരത്തിലായിരുന്നു ആദ്യം. നിലവിൽ അടിസ്ഥാന സൗകര്യവും തുറമുഖം, വിമാനത്താവളം, വൈദ്യുതി വിതരണം, പുനരുപയോഗ ഊർജം, കൽക്കരി ഖനനം, FMCG, ഓയിൽ ആൻഡ് ഗ്യാസ്, ലോജിസ്റ്റിക്സ്, മീഡിയ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്കകത്തും പുറത്തും അദാനി ഗ്രൂപ്പിന് സാന്നിധ്യമുണ്ട്. കൽക്കരി ഖനനത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് അദാനി ഗ്രൂപ്പിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഗ്രൂപ്പിനെ ഏറ്റവും അധികം വലച്ചത് അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനവും ഷോർട്ട് സെല്ലറുമായ ഹിൻഡൻബർഗ് തൊടുത്തുവിട്ട ആരോപണ ശരങ്ങളായിരുന്നു. വിദേശത്ത് കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് സ്വന്തം ഗ്രൂപ്പ് കമ്പനികളിലെ ഓഹരികൾ നിക്ഷേപം നടത്തി ഓഹരി വില കൃത്രിമമായി പെരുപ്പിച്ചുവെന്നും ആ ഓഹരികൾ ഈടുവെച്ച് നേട്ടമുണ്ടാക്കിയെന്നുമായിരുന്നു പ്രധാന ആരോപണം. ഈ ആരോപണങ്ങളെല്ലാം അദാനി ഗ്രൂപ്പ് നിഷേധിച്ചിരുന്നെങ്കിലും ഗ്രൂപ്പ് ഓഹരികളുടെ വൻ വീഴ്ചയ്ക്ക് ആരോപണങ്ങൾ വഴിവെച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പിന്തള്ളി ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും സമ്പന്ന പട്ടം ചൂടിയ ഗൗതം അദാനിക്ക് അതോടെ ആ നേട്ടങ്ങളും നഷ്ടമായി. എന്നാൽ പിന്നീട് കാലാവധിക്ക് മുമ്പ് കടങ്ങൾ തിരിച്ചുപിടിച്ച് ബാലൻസ് ഷീറ്റ് മെച്ചപ്പെടുത്തിയും പുത്തൻ നിക്ഷേപ പദ്ധതികളിലൂടെയും ഉപയോക്തൃ നിക്ഷേപ വിശ്വാസം ഏറെക്കുറെ വീണ്ടെടുക്കാൻ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. ACC, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി എന്റർപ്രൈസസ്, അദാനി ഗ്രീൻ എനർജി, അദാനി പോർട്സ്, അദാനി പവർ, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി വിൽമർ, അംബുജ സിമന്റ്സ്, NDTV എന്നിവയാണ് അദാനി ഗ്രൂപ്പിലെ ലിമിറ്റഡ് കമ്പനികൾ.